ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ടയാണ്. അപ്പോൾ അതിനുള്ള എന്ന് വെച്ചാൽ നമ്മളടുത്ത് ഏത് അരിയാണോ ഉള്ളത് അത് നല്ലോണം കഴുകി ഊറ്റിയിട്ട് കഴുകുക. എന്നിട്ടൊന്ന് ഒരു അരിപ്പയിൽ ഊറ്റി വെച്ചിട്ട് അത് ഒന്ന് വെള്ളം ഊറി ചെറുതായിട്ട് ഊറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാത്രം എടുക്കുക. അപ്പോൾ എൻ്റെ പാത്രം നോക്കണ്ട, കാരണം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ വേണ്ടി മാത്രമേ ഈ പാത്രം എടുക്കും. കാരണം ഒന്ന് പൊരിക്കാനും കരിക്കാനും ഒന്നും ഈ പാത്രം പറ്റില്ല. അപ്പോൾ അരിയെല്ലാം വറുക്കാനും പിന്നെ കടല വറുക്കാനൊക്കെ ഉള്ളൊരു ചെറിയ പാത്രം, അങ്ങനെ അതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അരി വറുത്താൽ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരി വറുത്തെടുക്കുക. അപ്പോൾ അരി ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് വെച്ചാൽ അരി, കടല, തേങ്ങ, പിന്നെ ശർക്കര അല്ലെങ്കിൽ വെല്ലം, സാധനം. ഇത്രയാണ് ഞാൻ ആഡ് ചെയ്യുന്ന എൻ്റെ അരി ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഇതെല്ലാമാണ്. അപ്പോൾ ഏകദേശം നല്ലോണം അരി നന്നായിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ ഞാനെടുത്തത് 2 ഗ്ലാസ് അരി, അതായത് നമ്മൾ ചായ കുടിക്കുന്ന ചെറിയ ഗ്ലാസ് ഉണ്ടാവില്ല, അങ്ങനത്തെ 2 ഗ്ലാസ് അരിയാണ് ഞാനെടുത്തത്. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ എനിക്ക് ഒരു 20 ഉണ്ട കിട്ടി. അപ്പോൾ അളവെല്ലാം നമുക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ കടല ഞാനൊരു 250 ഗ്രാം കടല എടുത്ത് 200 ഗ്രാം കടല എടുത്തിട്ടുണ്ട്. അപ്പോൾ കടല ഈ പറഞ്ഞ പോലെ ഞാൻ ഉപ്പിലാണ് വറുക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പൂയിക്ക് പകരം ഉപ്പിട്ടിട്ട് ഈ സാധാരണ ഉപ്പില്ല, അപ്പോൾ ഉപ്പിയുമ്പോൾ പിടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട, ഉപ്പിൽ നല്ലോണം വറുത്തതിന് ശേഷം അപ്പോൾ ഈ കടലൊക്കെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് ആ തൊലി അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങനത്തെ കളറായിപ്പോൾ, അല്ലാണ്ട് കരിഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും എന്താക്കി കടലിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ്, ഈ തൊലി കളയൽ കുറച്ചൊരു പണിയുള്ള പരിപാടിയാണ്. കാരണം വെച്ചാൽ ഉമ്മെല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ മുറത്തിലിട്ടിട്ട് ഇങ്ങനെ ചേറുക ചെയ്യുക, അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. എന്നിട്ട് ഈ വറുത്ത് വെച്ച അരി നല്ലോണം ഒന്ന് തണിഞ്ഞതിന് ശേഷം, നല്ലോണം തണിഞ്ഞോട്ടെ, ഇല്ലെങ്കിൽ മിക്സിയിൽ നിന്ന് അപ്പാടി ചാടിപ്പോവും, അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ പൊടിച്ചെടുക്കുക, അതായത് നല്ലോണം പൊടിഞ്ഞോട്ടെ. പൊടിഞ്ഞിട്ടില്ലെങ്കിൽ അരി ഇങ്ങനെ തന്നെ ഒരു കര, അപ്പോൾ നമുക്ക് ഉണ്ട ഉരുട്ടാൻ പറ്റില്ല. അപ്പോൾ ഈ അരിയും കടലയും അത് സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. ആദ്യം അരി മൊത്തത്തിൽ പൊടിച്ചെടുക്കുക, എന്നിട്ട് ഈ കടലയും തണിഞ്ഞതിന് ശേഷം ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത്. കാരണം പെട്ടെന്ന് ഇതിന് കേടായിപ്പോൾ. നമ്മൾ കുറേ ദിവസത്തേക്കൊന്നല്ല ഉണ്ടാക്കുന്നത്, ഇതിപ്പോൾ ഒരു 20 എണ്ണം ഉണ്ടാക്കിയാൽ ഒരു 3-4 ദിവസം കൊണ്ട് വേഗം അങ്ങ് തീരും. അപ്പോൾ ഇത് രണ്ടും ഞാൻ പൊടിച്ചെടുത്ത്, പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ തേങ്ങയും വെല്ലമാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വെല്ലം ഉരുക്കാൻ വേണ്ടി വെച്ചിട്ട്, വെല്ലം ഞാനൊരു വലിയ 2 ആണി വെല്ലമാണ് എടുത്തത്. അപ്പോൾ ഇതിൽ കാണുമ്പോൾ കുറച്ചാണ്ടോ, അപ്പോൾ അത് നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കുന്നതേ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. വെല്ലം നല്ലോണം കുറച്ച് വെള്ളം, 2 ആണി വെല്ലം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് ഉരുക്കാൻ വേണ്ടി ഗ്യാസ് മേൽ വെച്ചിട്ട്, പിന്നെ അതിലേക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ തേങ്ങ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പകുതി, നമ്മളിവിടെ ഗൾഫിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ബോക്സ് തേങ്ങയില്ല, ആ ബോക്സിൻ്റെ പകുതി തേങ്ങ, തേങ്ങ മുക്കാലായാലും പ്രശ്നമൊന്നുമില്ല, ഒരു അത്ര പിടി തേങ്ങ ഈ ഒരു എമൗണ്ടിൽ, ഇങ്ങനത്തെ ഒന്നിലും കൂടി ഉണ്ട്. അങ്ങനെ തേങ്ങ നമ്മൾ പൊടിച്ചെടുക്കുക. തേങ്ങ പൊടിച്ചെടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ അരച്ച് ഒരു തുള്ളി വെള്ളം കൂടി ചേർക്കരുത്. അത് ഞാൻ ആദ്യമേ പറയാം. തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താ പറയുക, പിന്നെ ഈ ഉപ്പേരിക്കെല്ലാം നമ്മൾ ക്രഷ് ചെയ്യൂല, അതുപോലൊന്ന് എന്താ പറയുക, ഈ തേങ്ങ വെറുങ്ങനെ നിൽക്കാണ്ട് ഒന്ന് നമുക്ക് കുഴക്കാൻ പറ്റുന്ന രീതിയിലാക്കണം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ആക്കുക. അപ്പോൾ ഈ തേങ്ങയും ഇത് മൂന്നും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ കടല, അരി പൊടിച്ചത്, കടല പൊടിച്ചത്, പിന്നെ തേങ്ങ, പിന്നെ അതിൻ്റെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ വെല്ലം, പിന്നെ മധുരത്തിന് വെല്ലം, പിന്നെ ഏലക്കായൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ഇതിൽ ഏലക്കായോ ചുക്ക് അങ്ങനത്തെ ഒന്നും ഇടില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇതെൻ്റെ ഉമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ എനിക്ക് പിന്നെ വേറെ എന്തെല്ലാം ചേർക്കണോ എന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല, വേറെ ആൾക്കാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ വെല്ലം ഒന്ന് നല്ലോണം ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. വെല്ലം പറഞ്ഞ പോലെ എന്താ പറയുക, മധുരം നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെല്ലത്തിൻ്റെ എല്ലാം മധുരം നമുക്ക് അതിൽ ആഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ വെല്ലം നല്ലോണം ഉരുകിയതിന് ശേഷം എന്താക്കുക, ഈ പൊടികളിലേക്ക് 3 എണ്ണം പൊടിച്ചില്ല, തേങ്ങ, അരിയും വെല്ലം, അപ്പോൾ പൊടിച്ചിട്ട് അതിലേക്ക് ഇടുക. അപ്പോൾ അതിലേക്ക് ഇട്ടാൽ ഈ ഒരു കൺസിസ്റ്റൻസി, അപ്പോൾ നല്ലോണം കുഴക്കണം. അപ്പോൾ എല്ലാം കൂടി മിക്സായിട്ട് ഒന്ന് മധുരം നോക്കാം. അപ്പോൾ മധുരം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കുക, ഇല്ലെങ്കിൽ വേണ്ട. എന്നിട്ട് നല്ലോണം ഉണ്ടയാക്കി പിടിക്കുക. ഇതെന്ന് വെച്ചാൽ നമുക്കൊരു ബോക്സിൽ സ്റ്റോർ ചെയ്തിട്ട്, ഞാൻ ഇവിടെ ഫ്രിഡ്ജിലാണ് വെക്കുക. കാരണം പുറത്ത് വെച്ചതിൽ തേങ്ങ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കാറിപ്പോവും, ചുവ മാറും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതിന് അനുസരിച്ചിട്ട് എന്താക്കാം, പുറത്തെടുത്ത് വെച്ചിട്ട് ചായക്ക് കൂട്ടാം. നല്ല ടേസ്റ്റ് ആട്ടോ. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം കൊടുത്താൽ നല്ലതാണ്. രണ്ടും ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് ചായ കുടിച്ചാൽ ഒരു നല്ല ഫില്ലിങ്ങാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. പിന്നെ സാധാരണ ഷോപ്പിൽ കിട്ടുന്ന അരി ഉണ്ടാകുന്ന വെച്ചാൽ അരിയും വെല്ലവും പിന്നെ ചുക്കും ഒക്കെ ചേർത്തിട്ട്, കടല ചേർക്കൂല. അതാണ് കുറച്ചൊരു ഉറപ്പ്, അരി ചേർക്കുമ്പോൾ ഭയങ്കര ഉറപ്പായിരിക്കും. പക്ഷേ ഇത് ഉറപ്പല്ല, ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. എന്താ പറയുക, എല്ലാവർക്കും പെട്ടെന്ന് കഴിക്കാൻ പറ്റും, അങ്ങനെ ഉറപ്പൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയിട്ട് എനിക്കാകെ ഇത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടാകെ ഒരു ചെറിയ പ്ലേറ്റിലാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. എന്തായാലും നമ്മൾ മെനക്കെടുന്നുണ്ടല്ലോ.
അപ്പോൾ ശരി, ബൈ.